ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FT അക്കാഡമി. എൻ്റെ പേര് ഹരിപ്രസാദ്. ഞാനാണ് നിങ്ങളുടെ വിർച്വൽ ട്യൂട്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ബേസിക് സ്റ്റെപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതാണ് വിൻഡോസിൻ്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജനറലി വിൻഡോസിൻ്റെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻ്റർഫേസ് വിൻഡോസ് 7 ശേഷം ഏകദേശം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 10 ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയെങ്കിൽ ബാക്കി എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇതേ വേ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഹാർഡ്വെയർ PCക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കറക്റ്റായിട്ട് റൺ ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ലാഗായിട്ടായിരിക്കും വർക്ക് ചെയ്യുക, അതുപോലെ സ്റ്റക്കായി കിടക്കും, നമുക്ക് യൂസ് ചെയ്യാൻ അത്ര സ്പീഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മളെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് മിനിമം ഒരു 2 GB എങ്കിലും റാം വേണം. അല്ലെങ്കിൽ സിസ്റ്റം നമ്മൾ വേറെ സോഫ്റ്റ്വെയറുകളോട് കൂടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സിസ്റ്റം ലാഗ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതുപോലെ ഒരു മിനിമം 30 GB എങ്കിലും ഹാർഡ് ഡിസ്ക് സ്പേസ് വേണം. ഏറ്റവും നല്ലത് ഒരു 60 GB ഹാർഡ് ഡിസ്ക് സ്പേസ് സി ഡ്രൈവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മളെ സിസ്റ്റം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റലേഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റലേഷന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റലേഷൻ മീഡിയ ആവശ്യമാണ്. നമ്മൾ തൊട്ട് മുമ്പുള്ള ട്യൂട്ടോറിയലിൽ നമ്മൾ എങ്ങനെ ഒരു ബൂട്ടബിൾ പെൻ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. അതായത് നമുക്ക് പെൻ ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് 10 റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു CD നിങ്ങളുടെ കയ്യിൽ വേണം. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റലേഷൻ മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റലേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇൻസ്റ്റലേഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെ സിസ്റ്റം ഓൺ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ വിൻഡോസിൻ്റെ സെറ്റപ്പ് ലോഡ് ആവും. ഇനി അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ലോഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ബൂട്ട് മെനു സെലക്ട് ചെയ്യുക. അവിടുന്ന് നമ്മളെ ഇൻസ്റ്റലേഷൻ മീഡിയ പെൻ ഡ്രൈവ് ആണെങ്കിൽ പെൻ ഡ്രൈവ്, അല്ല ഡിസ്ക് ആണെങ്കിൽ ഡിസ്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ട് ചെയ്യും. ഇനി നമ്മളെ സിസ്റ്റത്തിൽ വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പ്രസ് എനി കീ ടു ബൂട്ട് ഫ്രം CD എന്നൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ അങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസ് 10 സെറ്റപ്പിനകത്തേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ സെറ്റപ്പ് ലോഡ് ചെയ്യാൻ കുറച്ചൊരു സമയം എടുക്കും. നമ്മളെ സിസ്റ്റത്തിനെയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാണിച്ചു തരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെർച്വൽ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ഡിലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വിൻഡോസിൻ്റെ സെറ്റപ്പ് ഇവിടെ ലോഡായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിവിടെ കാണുന്ന ഈ വിൻഡോ എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള വിൻഡോ ആണ്. ഇവിടെ നമുക്ക് ആദ്യം കാണുന്നത് ലാംഗ്വേജ് ടു ഇൻസ്റ്റാൾ. അപ്പോൾ നിങ്ങളെ ഇൻസ്റ്റലേഷൻ മീഡിയക്കകത്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ OS അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ലാംഗ്വേജിൽ OS ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ നമ്മളെ കേസിലൂടെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ലാംഗ്വേജ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തത് ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ്. ഇപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റിങ്സും ലാംഗ്വേജ് ലോക്കലൈസേഷനും ടൈമിൻ്റെയും കറൻസിയുടെയും ഫോർമാറ്റൊക്കെ നമ്മൾ ഇന്ത്യൻ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി നമ്മളെ കീബോർഡ് ഇൻപുട്ട് മെത്തേഡും ഇംഗ്ലീഷ് ഇന്ത്യയിൽ സെലക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ സെലക്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് US സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യുക. കാരണം നമ്മളെ കീബോർഡ് ലേഔട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഇംഗ്ലീഷ് ഇന്ത്യ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുക. ഇതല്ലാതെ നിങ്ങൾ യുണൈറ്റഡ് കിങ്ഡമോ മറ്റേതെങ്കിലും കീബോർഡ് ലേഔട്ടോ ആണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീയുടെ കാര്യങ്ങളും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവും. കീബോർഡിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പം നമ്മൾ പ്രസ് ചെയ്യുന്ന കീ ആയിരിക്കില്ല അവിടെ ആക്ച്വലി ലെറ്ററിൽ ടൈപ്പ് ആവുക. അപ്പോൾ അങ്ങനെയുള്ള പല മിസ്കോൺഫിഗറേഷൻസും വരും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കീബോർഡ് ലേഔട്ട് ഇംഗ്ലീഷ് ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കീപ്പ് ചെയ്യുക. ദെൻ ജസ്റ്റ് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പയർ യുവർ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങളെ സിസ്റ്റത്തിനകത്ത് അതായത് ആദ്യമേ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആയിരിക്കണം. അല്ലാത്ത കേസിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ നൗ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതും സെറ്റപ്പ് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഇവിടെയും ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇവിടെ നമുക്ക് സീരിയൽ കീ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പർച്ചേസ്ഡ്, അതായത് നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വിൻഡോസ് 10 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കീ അവർ തന്നിട്ടുണ്ടാവും. ആ കീ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ല നിങ്ങൾ പർച്ചേസ്ഡ് യൂസർ അല്ല, നിങ്ങൾക്ക് 90 ദിവസത്തേക്കുള്ള ട്രയൽ വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തൽക്കാലം ട്രയൽ വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് പ്രസ് ചെയ്യാണ്. ദെൻ നിങ്ങൾക്ക് ഇതിൽ ഏത് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കും. വിൻഡോസ് 10ൻ്റെ പ്രോ, അതായത് പ്രൊഫഷണൽ വേർഷനും ഉണ്ട്, വിൻഡോസ് 10ൻ്റെ ഹോം എഡിഷനും ഉണ്ട്. ഹോം എഡിഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ്, അത് നമുക്ക് അതിൽ ആ ഹോം എഡിഷനകത്തുള്ള എല്ലാ ഓപ്ഷൻസും വളരെ കുറവായിരിക്കും. അതൊരു ലിമിറ്റഡ് എഡിഷനാണ്. അതിനകത്ത് വളരെ കുറഞ്ഞ ഓപ്ഷൻസും കാര്യങ്ങളും മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. വിൻഡോസ് 10ൻ്റെ പ്രോ എന്ന് പറയുന്നത് വിൻഡോസ് 10 നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന എല്ലാ ഫീച്ചറോടും കൂടിയിട്ട്, അതായത് എല്ലാ ഓപ്ഷൻസിനോടും കൂടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന വേർഷനാണ് വിൻഡോസിൻ്റെ പ്രോ വേർഷൻ. ഹോം വേർഷൻ എന്ന് പറയുന്നത് കുറഞ്ഞ ഫീച്ചേഴ്സ് മാത്രമുള്ള വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ഏതാണോ വേണ്ടത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഹോം എഡിഷൻ വളരെയധികം നന്നായിരിക്കും. അതുപോലെ നിങ്ങൾ ബാക്കി എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ അഡ്വാൻസ്ഡ് യൂസറാണ്, അതായത് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലം ഡെമോയ്ക്ക് വേണ്ടിയിട്ട് പ്രോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ വേർഷൻ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ലൈസൻസ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഫുൾ ഇരുന്ന് വായിച്ച് നോക്കാം. സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പണിയാണ്, ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ലൈസൻസ് എഗ്രിമെൻ്റ് ടേംസ് സെലക്ട് ചെയ്യും, ദെൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് മുഴുവനായിട്ട് ഇരുന്ന് വായിച്ച് നോക്കാം. സോ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, ലൈസൻസ് എഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന 7 8.1 ഉണ്ടെങ്കിൽ അത് 10ലേക്ക് CD-യുടെ ഹെൽപ്പോട് കൂടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യല്ല, നിങ്ങളെ യൂസർ ഫയലോ ഡെസ്ക്ടോപ്പോ യാതൊരുവിധ ഫയലുകൾക്കും ഒരു ഡാമേജും വരാം. അതായത് നിങ്ങളെ മുമ്പ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആദ്യമേ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെയ്ഡ് ആയിരിക്കണം, ഇപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെയ്ഡ് ആയിരിക്കണം, മാത്രമല്ല നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷനും വേണം. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് റീഇൻസ്റ്റാൾ അല്ല, നമ്മൾ ജസ്റ്റ് ഓൾറെഡി ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പുതിയ വേർഷനായിട്ട് അപ്ഡേറ്റ് ചെയ്തെടുക്കുക. അതായത് പഴയ കുട്ടീനെ പുതിയ കുപ്പായടിച്ച് കൊണ്ടുവരുന്ന പോലെ എന്ത് ചെയ്യുക, പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മളെ യൂസർ ഫയലുകൾക്കോ ഡെസ്ക്ടോപ്പിലോ നമ്മൾ സേവ് ചെയ്യുന്ന യാതൊരു ഫയലുകൾക്കോ ഒരു ഡാമേജോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഭവിക്കില്ല. ദെൻ അത് ചെയ്യാൻ പറ്റാത്ത യൂസേഴ്സിനുള്ള ഓപ്ഷനാണ് കസ്റ്റം ഇൻസ്റ്റാൾ. കസ്റ്റം ഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ് മിസ്സാവും, നമ്മൾ ഡെസ്ക്ടോപ്പിലും മൈ ഡോക്യുമെന്റ്സിലും ഒക്കെ സേവ് ചെയ്തിരിക്കുന്ന മുഴുവൻ ഫയലുകളും മിസ്സാവും, സി ഡ്രൈവിനകത്തുള്ള മുഴുവൻ ഫയലുകളും പോകും. അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി അപ്ഗ്രേഡ് ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു യൂസർ ആണെങ്കിൽ നിങ്ങൾ കസ്റ്റം ഇൻസ്റ്റാൾ തന്നെ ചെയ്യേണ്ടി വരും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സി ഡ്രൈവിലുള്ള മുഴുവൻ ഡാറ്റയും മിസ്സാവും, സി ഡ്രൈവ് മാത്രമേ മിസ്സാവുകയുള്ളൂ, വേറെ ഒരു ഫയലും നിങ്ങൾക്ക് പോവില്ല. ഇനി നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന യൂസർ ആണെങ്കിൽ നിങ്ങൾ കസ്റ്റം ഇൻസ്റ്റാൾ തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ പുതുതായിട്ട് ഒരു PC വാങ്ങി ഹാർഡ് ഡിസ്കിനകത്ത് യാതൊരു ഡാറ്റയും ഇല്ല, നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ കസ്റ്റം ഇൻസ്റ്റാൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. സോ കസ്റ്റം ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് കസ്റ്റം ഇൻസ്റ്റാൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റം ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ടുള്ള PC ആണെങ്കിൽ അൺഅലോക്കേറ്റഡ് സ്പേസ് എന്നിട്ട് നിങ്ങളെ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അല്ല നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത യൂസർ ആണെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് പാർട്ടീഷൻസ് ഇവിടെ കാണിക്കും. അത് ജസ്റ്റ് സി ഡ്രൈവ് മാത്രം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, പുതുതായിട്ടൊരു ഡ്രൈവ് ആ സ്പേസിൽ, സി ഡ്രൈവ് ഡിലീറ്റ് ചെയ്ത സ്പേസിൽ പുതിയൊരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അല്ല നിങ്ങൾ ഫ്രഷ് യൂസർ ആണെങ്കിൽ അവിടെ ജസ്റ്റ് നിങ്ങൾ അൺഅലോക്കേറ്റഡ് സ്പേസ് എന്നുള്ള ആ സെക്ഷൻ സെലക്ട് ചെയ്യുക, ന്യൂ കീ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സൈസിലാണോ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ 31 GB, അപ്പോൾ ഞാൻ 31 GB ആണ് കൊടുത്തത്. അതായത് 31,000 MB എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് 31 GB ആണ്. സോ ജസ്റ്റ് 31 GB ഒരു ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ജസ്റ്റ് അപ്ലൈ പ്രസ് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന 31 GB സംതിങ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഇവിടെ. അതിൻ്റെ കൂടെ ഒരു സിസ്റ്റം റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 500 MB, അതായത് 500 MB സിസ്റ്റം റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടീഷനൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കും.
ഈ പാർട്ടീഷൻ യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇത് വിൻഡോസിൻ്റെ വർക്കിങ്ങിന് നിർബന്ധമായിട്ടും വേണ്ട പാർട്ടീഷനാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 30 GB പാർട്ടീഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയതിന് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ 1-2 തവണയ്ക്ക് ചിലപ്പം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പേടിക്കേണ്ട, ഇൻസ്റ്റലേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇനി ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതെ എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ജസ്റ്റ് പേടിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് പഴയ OS സിസ്റ്റത്തിനകത്തുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പഴയ OS കേടായി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ്, കസ്റ്റം ഇൻസ്റ്റലേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഹാർഡ് ഡിസ്കിനകത്ത് OS ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ കംപ്ലീറ്റ് എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിലെ പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഇനി പറയാൻ പോകുന്ന കാര്യം ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ മാത്രം, ഇപ്പോൾ ഇതുവരെ നമുക്ക് യാതൊരുവിധ എറർ മെസ്സേജും കാണിച്ചിട്ടില്ല, നിങ്ങളിപ്പോൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാൻ കംപ്ലീറ്റ്ലി സെറ്റപ്ഡ് ആണ്. ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും എറർ കാണിക്കുന്ന യൂസേഴ്സിന് മാത്രമുള്ള സ്റ്റെപ്പാണിത്. അങ്ങനെ എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് F10 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. ഇതിൽ ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡിസ്ക് പാർട്ടീഷൻ ടൂളിനകത്തേക്ക് വരും. അവിടെ ലിസ്റ്റ് ഡിസ്ക് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. ലിസ്റ്റ് സ്പേസ് ഡിസ്ക് ആണ്, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡിസ്കിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരും. അവിടെ സെലക്ട് സ്പേസ് ഡിസ്ക് സ്പേസ്, നമ്മളെ ഡിസ്കിൻ്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0 ആണ്. സോ അതുകൊണ്ട് ഡിസ്ക് 0 എന്ന് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ജസ്റ്റ് ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ മുഴുവൻ ഡാറ്റയും മിസ്സാവും. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് വൈപ്പിംഗ് ആണ് നടക്കുക. ഹാർഡ് ഡിസ്ക് മുഴുവനായിട്ടും പോയിട്ടുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ റീഫ്രഷ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ട് അൺഅലോക്കേറ്റഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇത് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്യേണ്ടത് നിങ്ങളെ ഹാർഡ് ഡിസ്കിനകത്ത് വേറെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ ഇത് ചെയ്യേണ്ടൂ. പിന്നെ അതുപോലെ നിങ്ങളെ ഹാർഡ് ഡിസ്ക് ഡൈനാമിക് പാർട്ടീഷനായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൈപ്പിംഗ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും എറർ വരുന്ന കേസിൽ മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ന്യൂ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട സൈസ് എത്രയാണോ അത് പറഞ്ഞു കൊടുക്കുക, ദെൻ അപ്ലൈ പ്രസ് ചെയ്യുക, ഓക്കെ അടിക്കുക. പാർട്ടീഷൻ ക്രിയേറ്റ് ആവും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ 30 GB പാർട്ടീഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ കുറച്ച് തോനെ സമയം എടുക്കും. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആ ഇൻസ്റ്റലേഷൻ നടക്കുന്ന പ്രോസസ്സിങ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ജസ്റ്റ് സിസ്റ്റം അടുത്ത റീസ്റ്റാർട്ടോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ട്യൂട്ടോറിയൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് റീസ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ബാക്കി സെറ്റപ്പ് നമുക്ക് റീസ്റ്റാർട്ടിന് ശേഷം മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റീസ്റ്റാർട്ട് നൗ എന്നുള്ള കീ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ടായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി 10ൻ്റെ ബാക്കി ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കി ഓപ്ഷൻസ് സെറ്റപ്പ് ചെയ്യാനുള്ളത് ഇപ്പോൾ അവൈലബിൾ ആവും. അത് വരുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് 100% ആവുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 100% ആയതിനു ശേഷം സിസ്റ്റം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്ന് നിൽക്കുന്ന വിൻഡോ ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസ് കീ, അത് നിങ്ങൾ വിൻഡോസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരൊരു കീ തരും നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള. ആ കീ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ ഒരു നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നമ്മൾ ട്രയൽ വേർഷനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഡു ദിസ് ലേറ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആവും. എത്ര പെട്ടെന്ന് നമുക്ക് വിൻഡോസിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളോട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് പറയുന്ന ബൈ ഡിഫാൾട്ട് സെറ്റിങ്സ് തന്നെ യൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ യൂസ് എക്സ്പ്രസ് സെറ്റിങ്സ് പ്രസ് ചെയ്യുക. അല്ല നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ കാണാം കസ്റ്റമൈസ് സെറ്റിങ്സ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ പൊതുവായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിൻഡോസ് നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ യൂസേജ് എക്സ്പീരിയൻസ് സെൻഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ലൊക്കേഷൻ കാര്യങ്ങളെ പറ്റിയുള്ള
ആക്സസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ടുള്ള കുറേ ആക്സസിങ് പെർമിഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു മൈക്രോസോഫ്റ്റ് നമ്മളെ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള ഡിഫാൾട്ട് സെറ്റിങ്സ്. ഓൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പറയുന്നത് നമ്മളെ യൂസ് ചെയ്യുന്ന നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മളെ കോണ്ടാക്ട്സ്, കലണ്ടറിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിലേക്ക് ജസ്റ്റ് അവരെ ഡാറ്റ വാല്യുവേഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പെർമിഷനാണ് ആദ്യത്തേത്. ദെൻ രണ്ടാമത്തത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് മൈക്രോസോഫ്റ്റിലേക്ക് അവരെ റെക്കഗ്നേഷൻ ആൻഡ് സജഷൻ പ്ലാറ്റ്ഫോം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് മൈക്രോസോഫ്റ്റിലേക്ക് നമ്മളെ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സെറ്റിങ്സ് ആണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരാനില്ല. ഓഫ് ചെയ്ത് വെക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ നല്ലത്. ജസ്റ്റ് നെക്സ്റ്റ് കീ പ്രസ് ചെയ്യുക. ബാക്കിയുള്ള സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിലൊന്നും പ്രത്യേകിച്ച് ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇത് വായിച്ചിടത്തോളം നമുക്കെല്ലാം ഓഫ് ചെയ്ത് വെക്കാമെന്നാണ് കുറച്ചുകൂടെ നന്നാവുക. നമ്മളെ ഇൻഫർമേഷൻസ് വെറുതെ മൈക്രോസോഫ്റ്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കാം. അഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വിൻഡോസ് അവരെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ലോക്കൽ അക്കൗണ്ടാണ്. അതായത് വിൻഡോസിനകത്ത് മാത്രം നമ്മളെ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പി സിക്കകത്തേക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ അത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ലോഗിൻ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ നെറ്റിൻ്റെ കണക്ഷൻസ് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഈ പ്രോസസ്സ് റൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം കൊടുക്കാനുള്ള ഫീൽഡ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക. അതുപോലെ താഴെ നിങ്ങളെ പാസ്വേഡ് അടിക്കാനുള്ള ഫീൽഡാണ്. അവിടെ നിങ്ങൾ ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് നിങ്ങൾക്ക് പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഓർത്ത് വെക്കാനുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസോ കീസോ കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ പാസ്വേഡ് ഓർത്ത് വെക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ഓർമ്മിച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ദെൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ യൂസറിൻ്റെ അക്കൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂസർ അക്കൗണ്ട് സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പാകത്തിന് അവൈലബിൾ ആവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂസർ അക്കൗണ്ട് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആയി വന്നിരിക്കുകയാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പ്രത്യേകിച്ച് ഐക്കൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഐക്കൺസൊക്കെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേഴ്സണലൈസ് സെലക്ട് ചെയ്യുക, അതിൽ തീം സെലക്ട് ചെയ്യുക, ദെൻ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അപ്ലൈ, ഓക്കെ പ്രസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാ ഐക്കൺസും വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ജസ്റ്റ് നമ്മളെ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ട്യൂട്ടോറിയലിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ട്യൂട്ടോറിയൽ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് വീഡിയോയുടെ അണ്ടറിലുള്ള എല്ലാ കമൻറ്റുകളും താൽക്കാലികമായിട്ട് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും ബാക്കിയുള്ള എല്ലാ കാര്യവും എളുപ്പമാവാനും വേണ്ടിയിട്ട് പേജൊക്കെ പെട്ടെന്ന് ലോഡ് ചെയ്യാനും കാര്യങ്ങൾ എളുപ്പമാവാനും വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതേ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ പേരിലുള്ളൊരു പോസ്റ്റ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് www.freedomtigers.co.in. അപ്പോൾ എങ്ങനെ ഒരു HTC Desire 826 റൂട്ട് ചെയ്യാന്നുള്ള ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്യൂട്ടോറിയലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം കമൻറ്റ് ചെയ്യാനുള്ള സെക്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ആഡ് ചെയ്താൽ മതി. നിങ്ങൾ കമൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള റിപ്ലൈ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ മോഡറേറ്റേഴ്സ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഡൗട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഈ വീഡിയോ ട്യൂട്ടോറിയൽ യൂസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ എന്തൊക്കെ കമാൻഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിലെന്തൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി അതെങ്ങനെ കിട്ടുമെന്നുള്ള അതിൻ്റെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കുകൾ, എന്തൊക്കെ സർവീസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയൽ വീണ്ടും കാണാം. ബൈ.